ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. അപ്പോൾ ഏവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം ബീഫും പഴംപൊരിയും അത് എന്നാൽ എനിക്കിത് വെറൈറ്റിയാണ്. ജനിച്ച് മുതൽ ഇന്നേ വരെ ഞാൻ ഇത് കഴിച്ചില്ല. ഈ പഴംപൊരിയും ബീഫും കൂട്ടിയിട്ട് ഇവള് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയ ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു ദിവസം ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞിട്ടുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ദിവസം കഴിക്കണം എന്ന് പറഞ്ഞിരുന്നു, ഇതുവരെ പറ്റിയില്ല. അപ്പം ഇന്ന് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നും കരുതി. കാരണം അവള് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ ബീഫ് കറിയും ബീഫ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇന്ന് ചുമ്മാ അവള് എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു വരുമ്പോൾ പഴം മേടിച്ച് വരണം, ഇന്ന് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. ഈ പഴംപൊരിയും ബീഫ് കറിയും എങ്ങനെ ഉണ്ടാവുമെന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ കഴിക്കാത്തവര് നാട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ കഴിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ കഴിച്ചിട്ട് പറഞ്ഞത് നല്ല അടിപൊളിയാണ് എന്നാണ്. പക്ഷെ എനിക്ക് രണ്ടൊരു യോജിപ്പില്ല. കാരണം അലുവി മത്തിക്കറി എന്ന് പറയുന്ന പോലെ ഈ ബീഫ് കറിയും പഴംപൊരിയും അതും തീരെ ചേരുന്നില്ല. അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനും ഇതിന് കൂട്ടുന്നത്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് കരുതി. കഴിച്ചിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയും. നല്ല മുരിഞ്ഞ ബീഫ് റോസ്റ്റ് ഉണ്ട്. അപ്പം ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പഴംപൊരിയും കൂടെ എങ്ങനെ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയെന്ന് ഞാൻ പറയുന്നുണ്ട്. പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് അവള്. ആ പഴത്തിനെ ഇതില് മുക്കിയെടുക്കണം. ഇത് ഞാൻ കാണിച്ചു തന്നത് മൊത്തം നിലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടും. അതുകൊണ്ട് അവിടെ തന്നെ നിന്നോട്ടെ. ഇതെന്താ മുക്കി ഒഴിച്ചത് ഒന്ന് പറഞ്ഞു കൊടുക്ക്. തല എന്റെ പഴംപൊരി കാണുന്നവർക്ക് അറിഞ്ഞൂടെ. നീ എന്തിലാ മുക്കിയത്? അതിന്റെ ചേരുവകൾ പറയും. മഞ്ഞപ്പൊടി ആരെങ്കിലും ഇടലുണ്ടോ? ഇതില് മഞ്ഞപ്പൊടി ഇടും. അപ്പൊ ഗായ്സ്, നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ, മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. ഇത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതിൽ മഞ്ഞപ്പൊടി ചേർക്കേണ്ടതാണ്. എടി എനിക്കറിയില്ല, ഇത് നിന്നെ കളിയാക്കിയതല്ല, എനിക്കറിയില്ല. അപ്പോൾ ഇതാ ഇനി അറിയാത്ത പ്രേക്ഷകരുണ്ട്, അവർക്കും കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് മഞ്ഞപ്പൊടി ചേർക്കണം. എനിക്കറിയില്ലായിരുന്നു മഞ്ഞപ്പൊടി ഇടണമെന്ന്. അതുകൊണ്ടല്ലേ മഞ്ഞ കളർ കിട്ടുന്നത്. എടി പാറുവോ, അന്ന് നീ ഒരു അച്ചാച്ചൻ്റെ പാട്ട് പാടിയില്ലായിരുന്നോ? അതൊന്ന് പാട്. അതന്നെ, മറ്റേ അച്ചാച്ചൻ വന്നല്ലോ, അതൊന്ന് പാട്, ഒന്ന് കേക്കട്ടെ. ആ മഴയല്ലോ പെയ്തു കടത്തിനെ കേറി ഞാൻ രക്ഷപ്പെട്ടല്ലോ. അച്ചാച്ചൻ വന്നല്ലോ, പക്ഷേന്നു വന്നല്ലോ, പോറിൻ കൂട കൊണ്ട് തന്നല്ലോ. ആലലുയ നിൽക്കുന്നു ചാടും, ചാടുമ്പോ ഉയരും അച്ചാച്ചനൊന്നു നിൽക്കേ. അപ്പോൾ ഗൈസ്, അവളുടെ പാട്ടൊക്കെ കേട്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അവളെ അറിയാണ്ട് ബാക്കിൽ കൂടെ ഒന്ന് പാടുമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ എടുത്തതാണ്.
അപ്പോൾ നമുക്ക് പിന്നെയും പഴംപൊരി ഉണ്ടാക്കുന്നതിലേക്ക് വരാം. ഞങ്ങൾ ടോപ്പിക്കിൽ നിന്ന് ഒന്ന് വഴുതി മാറിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മുടെ പഴംപൊരി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി പഴംപൊരി കഴിച്ചിട്ട് നമുക്ക് പറയാം. ഇതിൽ 5 ഉണ്ട്, 3 എനിക്ക്, 2 നിനക്ക്. ആ അത് വേണ്ട, അത്രയ്ക്ക് സൂക്ഷിക്കണ്ട. 2 നിനക്ക്, 3 എനിക്ക്. നല്ല ചൂടും കിട്ടോ. എത്ര ദിവസമായി ഒന്നും ഉണ്ടിട്ട് തീച്ച പോയ പോലെയാവും. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ഇത് ഞാനാണോ കണ്ടുപിടിച്ചതെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പോൾ ഞാനന്ന് പഴംപൊരിയും ചായ പറഞ്ഞത്. അപ്പോൾ ഈ പഴംപൊരി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ വേറെ ആൾക്കാരും പറയുമ്പോൾ ഒരുമിച്ച കൊണ്ടുവന്ന് വെച്ചത്. അതിൽ നിന്ന് പഴംപൊരി എടുത്തപ്പോൾ എന്തോ തട്ടി നേരെ ആ ബീഫ് റോസ്റ്റിലേക്ക് വീണു. അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ടേസ്റ്റ്, ഒരു നല്ല സുഖമുള്ളൊരു ടേസ്റ്റ്. പഴംപൊരിയും ബീഫ് റോസ്റ്റും